നമ്മുടെ ചെറുപ്പക്കാർ എന്തുകൊണ്ട് വിദേശത്തേക്ക് പോകുന്നു എന്നതിൻ്റെ കാരണം അവരോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ചുറ്റും ഒന്ന് നിരീക്ഷിച്ചാൽ അതിനുള്ള ഉത്തരം കിട്ടും. ഒരു 20 വയസ്സിലോ 22 വയസ്സിലോ നമ്മൾ കണ്ട ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ അല്ല ഇന്നത്തെ ചെറുപ്പക്കാർ. ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് സമൂഹവും നാടും മാറുന്നില്ലെങ്കിൽ ആ മാറിയ നാട്ടിലേക്ക് അവർ പോകാൻ നിർബന്ധിതരാകും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹവും നാടും മാറിയ തലമുറയ്ക്കനുസരിച്ച് വളരുക എന്നുള്ളതാണ്. അവരുടെ അംബിഷൻസിനെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല. ഒരു സമൂഹത്തിൻ്റെയും ഒരു തലമുറയുടെയും സ്വപ്നങ്ങളെ ഇല്ലാതാക്കാൻ ഒരു നാടിനോ ഒരു സമൂഹത്തിനോ ഭരണാധികാരികൾക്കോ കഴിയില്ല. അവിടെ അവസരമില്ലെങ്കിൽ നമുക്കറിയാം, ഒരു കല്ലിനടിയിൽ പോലും ഒരു ചെടി മുളച്ചു വരും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനടിയിൽ നിന്ന് മാറി വളഞ്ഞ് അവൻ തിരിഞ്ഞ് കയറിപ്പോകും. ഒരു വിത്ത് ഒരു വലിയ പാറക്കെട്ടിനിടയിൽ വീണാൽ പോലും വളരാനുള്ള എല്ലാ സാധ്യതയും നോക്കും. മനുഷ്യരങ്ങനെയാണ്. വളരാൻ സാധ്യതയുണ്ട് എന്ന് ഇന്നത്തെ ഇൻ്റർനെറ്റിൻ്റെ കാലത്ത്, യൂട്യൂബിൻ്റെ കാലത്ത്, സോഷ്യൽ മീഡിയയുടെ കാലത്ത്, ലോകത്തെവിടെ അവസരമുണ്ടെന്ന് കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാലത്ത് ചെറുപ്പക്കാർ നാട് വിട്ടു പോകുന്നുള്ള യാതൊരു സംശയവും വേണ്ട.